നമസ്കാരം. എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയുടെ ടോപ്പിക് എന്ന് വെച്ചാൽ ജർമ്മനിയിലത്തെ ഒരു ഹൗസ് ബിൽഡിംഗ് കോഴ്സിനെ കുറിച്ചാണ്. ഫിസിയോതെറാപ്പി ഹൗസ് ബിൽഡിംഗ്. ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ള ഒരു ഹൗസ് ബിൽഡിംഗ് കോഴ്സാണിത്. അപ്പോൾ എങ്ങനെയാണ് ജർമ്മനിയിൽ ഫിസിയോതെറാപ്പി ഹൗസ് ബിൽഡിങ്ങിന് ചെയ്യാൻ സാധിക്കുക, ഇതിൻ്റെ ഡ്യൂറേഷൻ, ക്വാളിഫിക്കേഷൻ, അതുപോലെ തന്നെ എന്തൊക്കെയാണ് നിങ്ങൾ ഈ ഒരു ഹൗസ് ബിൽഡിങ്ങിന് പഠിക്കുന്നത്, ഇതിൻ്റെ സ്റ്റൈഫൻഡ്, ജോലി ചെയ്യുന്ന സമയത്ത് എത്രയാണ് നമുക്ക് സമ്പാദിക്കാനായിട്ട് സാധിക്കുക, അതുപോലെ തന്നെ ഈ ഹൗസ് ബിൽഡിംഗ് കഴിഞ്ഞാൽ ഇതിന്റെ വൈറ്റർ ബിൽഡിംഗ് ഓപ്ഷൻസ് എന്തൊക്കെയാണ്, ഈ കാര്യങ്ങളൊക്കെ ഇന്നത്തെ വീഡിയോയിൽ നോക്കാം. അപ്പൊ എല്ലാവർക്കും ഒരു യൂറോപ്യൻ യാത്രയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഫിസിയോതെറാപ്പി ഹൗസ് ബിൽഡിങ്ങിന്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 3 വർഷമാണ്. ഈ ഒരു 3 വർഷത്തെ കോഴ്സിന്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇതിന് അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ 12th ക്വാളിഫിക്കേഷൻ അത്യാവശ്യമാണ്. അതായത് മിറ്ററെ റൈഫെ എന്നാണ് ജർമ്മനിയിൽ ഇതിന്റെ ക്വാളിഫിക്കേഷൻസ് പറയുന്നത്. അതായത് നമ്മുടെ മെയിൻ ആയിട്ടുള്ള സ്കൂൾ എഡ്യൂക്കേഷൻസ് എല്ലാം കഴിഞ്ഞിരിക്കണം. 12th ക്വാളിഫിക്കേഷൻസ് വെച്ചിട്ട് നമുക്ക് ഈ ഒരു ഹൗസ് ബിൽഡിങ്ങിന് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ഇതിന്റെ ജോലി എന്ന് പറയുന്നത് എപ്പോഴും ഷിഫ്റ്റ് ആർബൈറ്റ് നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കാം. റെഗുലർ ആയിട്ടുള്ള ഒരു ടൈമിംഗ് ആയിരിക്കണം എന്നില്ല. ഇനി എന്തൊക്കെയാണ് ഈ ഒരു ഫിസിയോതെറാപ്പി ഹൗസ് ബിൽഡിങ്ങിൽ നമ്മൾ ചെയ്യേണ്ടി വരിക, അല്ലെങ്കിൽ ഇതിന്റെ ഒരു വർക്കിംഗ് ചെയ്യുന്ന സമയത്ത് ആസ് എ ഫിസിയോതെറാപ്പിസ്റ്റ് നമ്മൾ എന്തൊക്കെയാണ് ചെയ്യുക, നമ്മുടെ ഡ്യൂട്ടീസ് എന്തൊക്കെയാണെന്ന് നോക്കാം. പേഷ്യൻസിനെ കറക്റ്റായിട്ട് മനസ്സിലാക്കി അവരെ എക്സാമിൻ ചെയ്ത് അവർക്ക് വേണ്ട മൂവ്മെന്റ്സ്, എക്സസൈസസ് ഇത് എന്തൊക്കെയാണെന്നുള്ളത് പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ള ഡ്യൂട്ടി എന്ന് പറയുന്നത്. അതായത് പാരലൈസ് ആയിട്ടുള്ള പേഷ്യൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും പെയിൻ ഉള്ള പേഷ്യൻസ് ആയിരിക്കാം. അപ്പൊ അവരെല്ലാം കറക്റ്റ് ആയിട്ട് നമ്മൾ എക്സാമിൻ ചെയ്യണം. അങ്ങനെ എക്സാമിൻ ചെയ്ത് ഡിഫറെന്റ് ആയിട്ടുള്ള മെത്തേഡ്സ്, അവരുടെ ഓരോ ബോഡി പാർട്സിനനുസരിച്ചും അല്ലെങ്കിൽ അവരുടെ ഏജിനനുസരിച്ചിട്ടും എല്ലാം കെയർഫുൾ ആയിട്ട് നമ്മൾ എക്സാമിൻ ചെയ്തിട്ട് പല ടെക്നിക്സ് വഴി നമ്മൾ ആ ഒരു ഷോൾഡർ മൂവ്മെന്റ്സ്, അതിന്റെ മൊബിലിറ്റി അതെല്ലാം മനസ്സിലാക്കി കറക്റ്റ് ആയിട്ടുള്ള എക്സസൈസ് എല്ലാം പറഞ്ഞു കൊടുക്കേണ്ടി വരും. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് പ്ലാൻ ട്രീറ്റ്മെന്റ്. അതായത് ചില ടൈപ്പ് സർജറികളെല്ലാം കഴിയുമ്പോൾ നമുക്ക് ആ ഒരു ബോഡി പാർട്ട് നമ്മൾ കറക്റ്റ് ആയിട്ട് മൂവ്മെന്റ് ചെയ്യേണ്ടി വരും. ചില എക്സസൈസ് എല്ലാം സർജറിക്ക് ശേഷം നമ്മൾ റെഗുലർ ആയിട്ട് ചെയ്യേണ്ടി വരും. അങ്ങനെയുള്ള ട്രെയിനിങ്ങുകൾ, അതായത് നമ്മുടെ കാലുകൾക്ക് അല്ലെങ്കിൽ ബാക്ക് പെയിൻ ഒക്കെ ഉള്ളവർക്ക് അങ്ങനെയുള്ള എക്സസൈസുകളെല്ലാം പറഞ്ഞു കൊടുക്കേണ്ടി വരും. അതുമാത്രമല്ല ഇതുപോലുള്ള ട്രീറ്റ്മെന്റിനെല്ലാം ട്രാക്കുകൾ, ഓരോ സ്റ്റെപ്പുകളും നമ്മൾ കറക്റ്റ് ആയിട്ട് അത് പ്ലാൻ ചെയ്യണം. കറക്റ്റ് ആയിട്ട് നമ്മൾ സേവ് ചെയ്ത് അപ്ഡേറ്റ് ചെയ്തിട്ട് റെഗുലർ ആയിട്ട് അതെല്ലാം അപ്ഡേറ്റ് ചെയ്യേണ്ടി വരും. ഇതുപോലുള്ള തെറാപ്പി റിപ്പോർട്ട്സുകളെല്ലാം നമുക്ക് ഓൺലൈനായിട്ട് തന്നെ ഫിൽ ചെയ്യാനും എഡിറ്റ് ചെയ്യാനൊക്കെ സാധിക്കുന്നതാണ്. മൂന്നാമത്തെ ഡ്യൂട്ടി എന്ന് പറയുന്നത് അഡ്വൈസ് ആൻഡ് ട്രീറ്റ് പേഷ്യൻസ്. ഇതിൽ നിങ്ങൾ പേഷ്യൻസിനോട് നിങ്ങളുടെ ട്രീറ്റ്മെന്റിന്റെ മെത്തേഡ് മേ ബി ഒരു സ്കെൽറ്റൽ മോഡലിലായിരിക്കും ആദ്യം പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരിക്കാം. അതിനുശേഷമായിരിക്കും ഇത് പേഷ്യൻസിന് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. ഇതിന് പുറമെ നമ്മൾ പേഷ്യൻസ് റെഗുലർ ആയിട്ട് എക്സസൈസ് ചെയ്യാനായിട്ട് അവരെ മോട്ടിവേറ്റ് ചെയ്യേണ്ടി വരും. നെക്സ്റ്റ്, ഫിസിയോതെറാപ്പി ഹൗസ് ബിൽഡിങ്ങിന് നമുക്ക് ഓരോ വർഷവും എത്ര രൂപയാണ് സ്റ്റൈഫൻഡ് ആയിട്ട് ലഭിക്കുന്നതെന്ന് നോക്കാം. ഈ ഒരു ഹൗസ് ബിൽഡിങ്ങിന്റെ ഡ്യൂറേഷൻ 3 വർഷമാണ്. അപ്പം ഇതിൽ ആദ്യത്തെ വർഷത്തെ ട്രെയിനിങ്ങിൽ നമുക്ക് ഏകദേശം ഗ്രോസ് സാലറി 1065 യൂറോസ് പെർ മന്ത് ആണ് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നത്. സെക്കൻഡ് ഇയർ ഓഫ് ട്രെയിനിങ്ങിൽ നമുക്ക് ഏകദേശം 1125 യൂറോ ആണ് ലഭിക്കുന്നത്. അതുപോലെ തന്നെ മൂന്നാമത്തെ വർഷം 1222 യൂറോ ആയിരിക്കും നിങ്ങൾക്ക് ഏകദേശം മന്ത്ലി ലഭിക്കുന്നത്. ഈ പറഞ്ഞ ഒരു സ്റ്റൈഫൻഡ് നമ്മൾ ഇവിടുത്തെ ഒരു യൂണി ക്ലിനിക്കിലോ അല്ലെങ്കിൽ ഒരു ക്രാങ്കൻ ഹൗസിലോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഹൗസ് ബിൽഡിംഗ് ചെയ്യുകയാണെങ്കിൽ മാത്രമാണ് ഈ ഒരു സ്റ്റൈഫൻഡ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ഈ ഒരു ഹൗസ് ബിൽഡിംഗിന് നമുക്ക് സ്റ്റൈഫൻഡ് കിട്ടുന്നുണ്ടെങ്കിൽ പോലും ഈ ഒരു ഹൗസ് ബിൽഡിംഗ് പഠിക്കുന്നത് കംപ്ലീറ്റ് ആയിട്ട് ഫ്രീ ആണെന്ന് പറയാൻ പറ്റില്ല. മുൻപായിരുന്നെങ്കിൽ പ്രൈവറ്റ് സ്കൂളുകളിൽ പഠിക്കുന്ന ഫിസിയോതെറാപ്പിസ്റ്റ് ട്രെയിനീസ് മന്ത്ലി 400 യൂറോ അടയ്ക്കണമായിരുന്നു. പക്ഷെ 2018-2019 കാലയളവിൽ ഒരുപാട് സ്റ്റേറ്റുകളിൽ ഈ ഒരു ഫീസ് നിരോധിച്ചിട്ടുണ്ട്. പക്ഷെ ഒരുപാട് സ്റ്റേറ്റുകൾ, ഇപ്പൊ നോർഡേൺ വെസ്റ്റ്ഫാലൻ, ഷ്വൈസിക് ഹോൾസ്റ്റൈൻ, ബവേറിയ അങ്ങനെയുള്ള സ്റ്റേറ്റുകളിലൊന്നും ഇപ്പൊ ഇത് ഇല്ല, ഈ ഒരു റൂൾ ഇപ്പൊ ഇല്ല. അതുപോലെ തന്നെ പല സ്റ്റേറ്റുകളും 70% ഓഫ് ദ കോസ്റ്റ് അവർ തന്നെയാണ് എടുക്കുന്നത്. അപ്പൊ ഇതിലാകെ വരുന്ന ചെലവ് ടീച്ചിങ് മെറ്റീരിയൽസിന്റെയും അതുപോലെ തന്നെ എക്സാം ഫീയും ആണ് വരുന്നത്. അടുത്തായിട്ട് ഈ ഒരു ഹൗസ് ബിൽഡിംഗ് കഴിഞ്ഞ് നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്ത് എത്ര യൂറോ ആണ് നമുക്ക് ജോലി ചെയ്യുന്ന സമയത്ത് കിട്ടുക എന്നുള്ളതാണ്. നമുക്ക് കിട്ടുന്ന സാലറി നമ്മൾ വർക്ക് ചെയ്യുന്ന സ്റ്റേറ്റിനെ ഡിപ്പെൻഡ് ചെയ്യും, ഏത് ബുണ്ടസ് ലാൻഡ് ആണ് എന്നുള്ളതിന് ഡിപ്പെൻഡ് ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ ഫെർട്രാഗിനെ ഡിപ്പെൻഡ് ചെയ്യും. അതുപോലെ തന്നെ ചില സ്റ്റേറ്റുകളിലൊക്കെ ഹയർ ആയിട്ടുള്ള സാലറിയും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് കിട്ടുന്ന ആവറേജ് സാലറി 2400 യൂറോ ആയിരിക്കും. അതായത് ബ്രൂട്ടോ എമൗണ്ട് ആണ് പറയുന്നത്. ഗ്രോസ് സാലറി 2400 യൂറോ ആയിരിക്കും മന്ത്ലി കിട്ടുന്നത്. 5 വർഷത്തെ പ്രൊഫഷണൽ എക്സ്പീരിയൻസ് കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം 3184 യൂറോസ് മന്ത്ലി ഗ്രോസ് സാലറി എക്സ്പെക്ട് ചെയ്യാം. നെക്സ്റ്റ്, ഇതിന് റെലവെന്റ് ആയിട്ടുള്ള സബ്ജക്റ്റ് ഏതൊക്കെയാണെന്ന് നോക്കാം. അതായത് നിങ്ങൾ ഈ ഒരു ഹൗസ് ബിൽഡിങ്ങിന് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ സ്കൂൾ ലിവിംഗ് സർട്ടിഫിക്കറ്റ്സ് ഒക്കെ നോക്കുമ്പോൾ അതിൽ ചില സബ്ജക്റ്റിന് ഇതിൽ ഇമ്പോർട്ടൻസ് ഉണ്ട്. നിങ്ങൾക്ക് ഈ ഒരു ജോലിയൊക്കെ കിട്ടണം, ഈ ഒരു ഹൗസ് ബിൽഡിംഗ് കിട്ടണമെന്നുണ്ടെങ്കിൽ ചില സബ്ജക്റ്റിന് ഇവർ കുറച്ചൊരു വെയിറ്റേജ് കൂടുതൽ കൊടുക്കുന്നുണ്ട്. ഇന്റർമീഡിയറ്റ് സ്കൂൾ എഡ്യൂക്കേഷൻ, അതായത് സെക്കൻഡറി സ്കൂൾ ഡിപ്ലോമയാണ് ഇതിന്റെ ക്വാളിഫിക്കേഷൻ ആയിട്ട് ഇവർ പറയുന്നത്. ഇനി റെലവെന്റ് ആയിട്ടുള്ള സബ്ജക്റ്റിൽ വരുന്ന ഫസ്റ്റ് സബ്ജക്ട് ബയോളജി തന്നെയാണ്. അപ്പം ഇങ്ങനെയുള്ള ഹൗസ് ബിൽഡിംഗ് ഒക്കെ എടുക്കുന്ന സമയത്ത് ബയോളജി ബാക്ക്ഗ്രൗണ്ട് ഉണ്ടെങ്കിൽ അതാണ് എപ്പോഴും നല്ലത്.
അങ്ങനെ അല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും ഹൗസ് ബിൽഡിംഗ് എടുക്കുന്നതായിരിക്കും ഒരു ബെറ്റർ ഓപ്ഷൻ. ഇപ്പോൾ ബയോളജി ഇമ്പോർട്ടൻ്റ് എന്ന് പറയാൻ കാരണം നിങ്ങൾ ഹ്യൂമൻ നേച്ചറിനെ കുറിച്ച് അത്തരത്തിലുള്ള ടോപ്പിക്സ് കൂടുതലായിട്ട് പഠിച്ചിട്ടുണ്ട്, അതിനെക്കുറിച്ചുള്ള നോളജ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമുക്ക് അനാട്ടമി എന്ന് പറഞ്ഞ ഫീൽഡിൽ വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. സെക്കൻഡ് ആണ് സ്പോർട്സ്. അപ്പോൾ അത് നമ്മുടെ കാരിക്കുലത്തിൽ നമുക്ക് ഉണ്ടായിട്ടില്ല എന്നുണ്ടെങ്കിൽ പോലും സ്പോർട്സ് ഏരിയയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ട്, അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമുക്കറിയാം പേഷ്യൻസിനെ എക്സാമിൻ ചെയ്യലും അതുപോലെ തന്നെ അവരുടെ ഓരോ ബോഡി പാർട്സിൽ ഉണ്ടാകുന്ന വേദനകൾ അല്ലെങ്കിൽ അതിന് കൊടുക്കുന്ന എക്സസൈസുകൾ ഇതൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം സ്പോർട്സും ഇതിൽ വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട്. നെക്സ്റ്റ് ജർമ്മൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയെന്നാണ്. നമ്മൾ ഈ ഒരു ഭാഷ അറിയാതെ വരുന്നവരാണെങ്കിൽ ഇത് കിട്ടാനുള്ള ചാൻസ് കുറവാണ്. ഹൗസ് ബിൽഡിംഗ് ജർമ്മൻ ലാംഗ്വേജിലാണ് പഠിപ്പിക്കുന്നത്. ജർമ്മൻ ലാംഗ്വേജ് നമുക്ക് പേഷ്യൻസ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ നമ്മൾ പഠിക്കുന്ന സമയത്തും ആവശ്യമാണ്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് റിസൾട്ട്സ് എല്ലാം എക്സാമിൻ ചെയ്ത് വയ്ക്കുന്ന റിസൾട്ട് അതെല്ലാം കറക്റ്റായിട്ട് ഡോക്യുമെന്റ് ചെയ്യാൻ ആവശ്യമുള്ള ഒരു ലാംഗ്വേജ് തന്നെയാണ് ജർമ്മൻ. നെക്സ്റ്റ് ലാറ്റിൻ എന്ന് പറഞ്ഞൊരു ലാംഗ്വേജും ഇവരുടെ സൈഡിൽ ഇവർ പറയുന്നത് ലാറ്റിൻ എന്ന് പറഞ്ഞ ലാംഗ്വേജും ഇമ്പോർട്ടൻ്റ് ആണെന്നാണ്. അത് പക്ഷെ നിങ്ങൾക്ക് പ്രീവിയസ്ലി അറിയില്ല എന്നുണ്ടെങ്കിൽ പ്രശ്നമൊന്നുമില്ല. നമുക്ക് ട്രെയിനിങ്ങിന്റെ സമയത്ത് ചില ടേംസിനൊക്കെ വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു ഈ ഒരു ലാംഗ്വേജിന്റെ നെസസിറ്റി വരുന്നത്. ഇനിയിപ്പോൾ ഈ പറഞ്ഞ സബ്ജക്റ്റുകളൊന്നും നിങ്ങൾക്ക് അങ്ങനെ അതിൽ വലിയ എക്സ്പീരിയൻസ് ഒന്നും ഇല്ലാന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്ന തന്നെയാണ്. പക്ഷേ ഈ സബ്ജക്റ്റുകളൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ബയോളജി ഉണ്ട്, അതുപോലെ തന്നെ നിങ്ങൾ എന്തെങ്കിലും ട്രെയിനിങ്ങുകൾ എക്സസൈസുകൾ അങ്ങനെയൊക്കെ എന്തെങ്കിലും സ്പോർട്സ് ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം നിങ്ങൾ അയക്കുന്ന റെസ്യൂമിൽ നിങ്ങൾ മെൻഷൻ ചെയ്യാൻ, കവർ ലെറ്ററിലൊക്കെ മെൻഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. അപ്പോൾ ബാക്കിയുള്ള അപ്ലിക്കൻസിൽ നിന്ന് നിങ്ങൾക്ക് എന്തായാലും കുറച്ച് ബെറ്റർ ആയിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ജോലി ഹൗസ് ബിൽഡിംഗ് ചാൻസ് കൂടുതലാണ്. നെക്സ്റ്റ് പറയാൻ പോകുന്നത് എങ്ങനെയാണ് ഈ ഒരു ഹൗസ് ബിൽഡിങ്ങിന് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ ഈ ഫിസിയോതെറാപ്പി ഹൗസ് ബിൽഡിംഗ് ചെയ്യുന്ന സ്കൂളുകളിൽ അല്ലെങ്കിൽ ഹോസ്പിറ്റൽസിൽ ഊണി ക്ലിനിക്കുകളിൽ അങ്ങനെയൊക്കെ നമുക്ക് അപ്ലൈ ചെയ്യാം. ഒരു ഓപ്ഷൻ housebildung.de എന്ന് പറഞ്ഞ സൈറ്റ് വഴി തന്നെ അപ്ലൈ ചെയ്യുന്നതാണ്. പിന്നെ നമുക്ക് ഇന്റർനെറ്റിൽ തന്നെ ഈ ഒരു ഹൗസ് ബിൽഡിംഗ് പ്രൊവൈഡ് ചെയ്യുന്ന സ്കൂളുകൾ ഏതൊക്കെയാണെന്ന് നോക്കുക. ഓരോ സ്റ്റേറ്റും സെപ്പറേറ്റ് ചെയ്തിട്ട് ഓരോ സ്റ്റേറ്റിലെയും നമ്മൾ നോക്കുക. ഓരോ സ്കൂളുകളുടെയും ഹോം പേജ് എടുത്തിട്ട് അതിൽ കരിയേഴ്സ് എടുത്ത് കഴിയുമ്പോൾ അതിൽ അവർ ഈ ഒരു ഹൗസ് ബിൽഡിംഗ് ഫ്ലാറ്റ്സ് ഓരോ വർഷത്തെയും അവർ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് അത് കാണിക്കുന്നുണ്ടായിരിക്കും. അങ്ങനെ അതിൽ നമുക്ക് അപ്ലൈ ചെയ്യാം. അതുപോലെ തന്നെ ഓരോ സ്കൂളുകളുടെയും ഓരോ സ്റ്റേറ്റിനനുസരിച്ചിട്ടും അതേപോലെ തന്നെ ഓരോ സ്റ്റേറ്റിന്റെയും വരുന്ന ഓരോ സ്കൂളുകളുടെയും റിക്വയർമെന്റ്സ് ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ എല്ലാത്തിലും അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് മെയിൻ ആയിട്ട് വേണ്ടത് ഒരു നല്ലൊരു CV, കവർ ലെറ്റർ, അതുപോലെ തന്നെ ചിലപ്പം അവരുടെ ഒരു ഫോം ഫില്ല് ചെയ്യാനുണ്ടായിരിക്കും. ആ ഒരു ഫോം കൂടെ ഫില്ല് ചെയ്യണം. അപ്പോൾ ഇതെല്ലാം നമുക്ക് ഓൺലൈനായിട്ട് ഓഫ്ലൈനായിട്ട് ചെയ്യാം. അപ്പോൾ കൂടുതൽ നമുക്ക് എളുപ്പം ഓൺലൈനായിട്ട് തന്നെ എല്ലാം ഫില്ല് ചെയ്തിട്ട് സബ്മിറ്റ് ചെയ്യുന്നതായിരിക്കും. പിന്നെ ഇതോടൊപ്പം ചില സ്കൂളുകൾ ചോദിക്കുന്ന സർട്ടിഫിക്കറ്റ്സ് എന്ന് പറയുന്നത് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ചോദിക്കുന്നുണ്ട്, സ്കൂൾ ലീവിംഗ് സർട്ടിഫിക്കറ്റ്സ് ചോദിക്കുന്നുണ്ട്, അതുപോലെ തന്നെ പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ്സ് ചിലപ്പോൾ ചോദിക്കാറുണ്ട്. പിന്നെ അതോടൊപ്പം തന്നെ പ്രൂഫ് ഓഫ് വാക്സിനേഷൻ, അപ്പോൾ ഈ ഒരു ഫീൽഡ് ആയതുകൊണ്ട് തന്നെ വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ് അത്യാവശ്യമാണ്. പിന്നെ ബർത്ത് സർട്ടിഫിക്കറ്റ് ചോദിക്കാറുണ്ട്. ഇനി ഈ ഒരു ഹൗസ് ബിൽഡിംഗ് നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതിന്റെ ഒരു അഡ്മിഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യേണ്ടി വരുന്നുണ്ട്. അത് ഏകദേശം ഒരു 3-4 മാസം നിൽക്കുന്ന ഒരു അഡ്മിഷൻ പ്രോസസ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏറ്റവും ബെറ്റർ ഓപ്ഷൻ ഈ ഹൗസ് ബിൽഡിംഗ് ഓപ്പൺ ചെയ്യുന്ന ആ ഒരു മാസം ഉണ്ടല്ലോ അതിന്റെ ഒരുപാട് മുൻപ് തന്നെ ആപ്ലിക്കേഷൻ നമ്മൾ സബ്മിറ്റ് ചെയ്ത് വെക്കുക. അപ്പോൾ അവർക്ക് ഒരു സ്ക്രീനിങ് ടൈമിനും നിങ്ങളുടെ പ്രൊഫൈൽ എല്ലാം എക്സാമിൻ ചെയ്യാനായിട്ടും അതിനൊരു ടൈം ഉണ്ടായിരിക്കും. അപ്പോൾ ഹൗസ് ബിൽഡിംഗ് തുടങ്ങുന്ന സമയത്ത് നമ്മൾ ഏർലി സ്റ്റേജിൽ അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കിട്ടാനുള്ള ചാൻസും കൂടുതൽ തന്നെയാണ്. ചില സ്കൂളുകളിൽ അവർ ഒരു ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് വെക്കാറുണ്ട്, അതിനുശേഷം ഒരു ഇന്റർവ്യൂ നടത്താറുണ്ട്. അപ്പം ഇന്റർവ്യൂ എന്തായാലും ഉണ്ടായിരിക്കും. ഒരു ഇന്റർവ്യൂ നമുക്ക് ഫേസ് ടു ഫേസ് ഇന്റർവ്യൂ, ഓൺലൈൻ ഇന്റർവ്യൂ നമുക്ക് ഉണ്ടാവാറുണ്ട്. ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഓപ്ഷണൽ ആണ്. ചില സ്കൂളുകളാണ് ഒരു സ്ക്രീനിങ് ആയിട്ട് നടത്താറുള്ളത്. നെക്സ്റ്റ് എല്ലാവർക്കും അറിയാൻ ആഗ്രഹമുള്ളതായിരിക്കും എന്താണ് ഇതിന്റെ തിയറിയിലും പ്രാക്ടിക്കൽ സെഷനിലും നമ്മൾ എന്താണ് പഠിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ ഹൗസ് ബിൽഡിംഗിൽ നമുക്ക് മെയിനായിട്ട് 2 പാർട്ടുള്ളത്. അതായത് ഒരു വൊക്കേഷണൽ സ്കൂളിൽ നമുക്കൊരു അതായത് ബെറൂഷുള എന്ന് പറയും, അതിൽ നമ്മൾ തിയറി പാർട്ട് പഠിക്കുന്നുണ്ട്. പിന്നെ ഇതിന്റെ മറ്റൊരു പാർട്ടാണ് പ്രാക്ടിക്കൽ സെഷൻ. അപ്പം തിയറിയും പ്രാക്ടിക്കലും കമ്പൈൻ ചെയ്തിട്ടാണ് ഈ ഒരു ഹൗസ് ബിൽഡിംഗ് കംപ്ലീറ്റ് ചെയ്യുന്നത്. അപ്പോൾ തിയറി പാർട്ടിൽ എന്ന് വെച്ചാൽ നമ്മളൊരു ഹ്യൂമൻ ബോഡി, അതിന്റെ പാർട്സ്, അതിന്റെ സ്ട്രക്ചേഴ്സ് ഇതെല്ലാം എക്സാമിൻ ചെയ്യുന്നു. അതുപോലെ തന്നെ ഡിഫറെന്റ് പാർട്ടിൽ വരുന്ന മൂവ്മെന്റ്സ്, ട്രീറ്റ്മെന്റ്സ്, എക്സാമിനേഷൻ ടെക്നിക്സ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ട്രെയിനിങ് തിയറി എല്ലാം ഫെമിലറൈസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഈ ഒരു വൊക്കേഷണൽ സ്കൂളിലുള്ള പ്രാക്ടിക്കൽ ഫേസിൽ നമ്മൾ കൂടുതലായിട്ട് എക്സസൈസ് റൂംസിൽ അല്ലെങ്കിൽ ഗിംനാസിയത്തിൽ ഒക്കെ ആയിരിക്കും അവിടെയുള്ള എക്യുപ്മെന്റ്സ്, തെറാപ്പി ടേബിൾസിൽ, മാറ്റ്സിൽ, എക്സസൈസ് ബോൾസിൽ ഒക്കെ ആയിരിക്കും നമ്മൾ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്നത്. ഓരോ വർഷം എന്താണ് പഠിക്കുന്നത് നോക്കാം. ഫസ്റ്റ് ഇയർ ഓഫ് ട്രെയിനിങ്ങിൽ നമ്മൾ അനാട്ടമിയാണ് കൂടുതലായിട്ട് പഠിക്കുന്നത്. ജോയിന്റ്സ്, ബോൺസ്, മസിൽസ്, ഹ്യൂമൻ അനാട്ടമി അങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും കൂടുതലായിട്ട് പഠിക്കുന്നുണ്ടാവുക. ഇതിൽ ജർമ്മൻ ലാംഗ്വേജ് മാത്രമല്ല സ്പെഷ്യലായിട്ട് ലാറ്റിൻ നെയിംസ് ഉണ്ടായിരിക്കും. അതുകൊണ്ടാണ് നേരത്തെ ഞാൻ ലാറ്റിൻ ലാംഗ്വേജ് അറിയാമെങ്കിൽ അതും ഒരു പ്ലസ് പോയിന്റ് ആണെന്ന് പറയാൻ കാരണം. സെക്കൻഡ് വരുന്നത് ഫിസിയോളജിയാണ്. അതായത് എങ്ങനെയാണ് ബോഡി വർക്ക് ചെയ്യുന്നത്, എങ്ങനെയാണോ എല്ലാ ഓർഗൻസും ഒരുമിച്ച് വർക്ക് ചെയ്യുന്നത്, ബോഡി വർക്ക് ചെയ്യുന്നത് എന്നൊക്കെയാണ് പഠിക്കുന്നത്. ഇനി സെക്കൻഡ് ഇയർ ഓഫ് ട്രെയിനിങ്ങിൽ നമുക്ക് ഡിസീസ് തിയറി പഠിക്കാനുണ്ട്.
അതായത് ഈ ഒരു ഡിസീസ് തിയറിയുടെ ബേസിക് കോൺസെപ്റ്റ് എന്ന് വെച്ചാൽ ഓരോ ഡിസീസിന്റെയും കോസുകൾ എന്തൊക്കെയാണ്, അതിന്റെ പ്രോഗ്രഷൻ എങ്ങനെയാണ് വരുന്നത്, സിംറ്റംസ് എന്തൊക്കെയാണ് എന്നൊക്കെയാണ്. പിന്നെ അതുപോലെ തന്നെ ട്രീറ്റ്മെന്റ് ടെക്നിക്സ് പഠിക്കുന്നുണ്ട്. അതായത് ഹീറ്റ് അപ്ലിക്കേഷൻസ് അല്ലെങ്കിൽ ജോയിന്റ് ട്രീറ്റ്മെന്റ്സ് അങ്ങനെയുള്ള പല കാര്യങ്ങളാണ് ഇതിനകത്ത് വരുന്നത്. തേർഡ് ഇയർ ഓഫ് ട്രെയിനിങ്ങിൽ നമ്മൾ പ്രിവെൻഷനെ കുറിച്ചാണ് പഠിക്കുന്നത്. അതായത് എങ്ങനെയൊക്കെയാണ് പ്രിവെന്റീവ് എക്സസൈസുകൾ വരുന്നത്, ഓരോ മസിൽസിനൊക്കെ എഫക്റ്റീവ് ആയിട്ട് എങ്ങനെ യൂസ് ചെയ്യാം എന്നുള്ളതാണ്. പിന്നെ പഠിക്കുന്നതാണ് റിഹാബിലിറ്റേഷൻ. അതായത് ഒരു ഇൽനസിന് ശേഷമോ അല്ലെങ്കിൽ ഒരു ആക്സിഡന്റിന് ശേഷമോ കറക്റ്റ് ആയിട്ട് ബോഡി നമുക്ക് റീസ്റ്റോർ ചെയ്യണം. അതിന്റെ നാച്ചുറൽ ഫംഗ്ഷൻ എങ്ങനെയാണോ അതുപോലെ തന്നെ ആക്കിയെടുക്കണം. അപ്പൊ അതിനു വേണ്ടിയുള്ള ട്രെയിനിങ്ങുകളൊക്കെയാണ് അതിനകത്ത് പഠിക്കുന്നത്. നെക്സ്റ്റ് പ്രാക്ടിക്കൽ ഫേസിൽ എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഇത് നമ്മൾ പല ലൊക്കേഷൻസിലുള്ള സ്കൂൾസ് പോയിട്ട് വിസിറ്റ് ചെയ്യേണ്ടി വരും. അവിടെ പല ഇന്റേൺഷിപ്പുകളും നമ്മൾ കംപ്ലീറ്റ് ചെയ്യേണ്ടി വരും. അപ്പൊ ഓരോ സ്കൂളിന്റെ റെഗുലേഷൻസ് ഒക്കെ വ്യത്യാസം ഉണ്ടായിരിക്കും. എന്നാലും നമ്മൾ ഏകദേശം 1600 അവേഴ്സ് പ്രാക്ടിക്കൽ അവേഴ്സ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. അപ്പൊ ഈ ഒരു ഹൗസ് ബിൽഡിങ്ങിന്റെ മെയിൻ ആയിട്ടുള്ള ഏരിയസ് എല്ലാം കവർ ചെയ്ത് കഴിഞ്ഞു. നെക്സ്റ്റ് പറയാൻ പോകുന്നത് എന്തൊക്കെയാണ് വൈറ്റൽ ബിൽഡിങ്ങുകൾ ഉള്ളത്, അതായത് ഫർദർ ട്രെയിനിങ്സ് എന്തൊക്കെയാണ് ഫിസിയോതെറാപ്പി ഫീൽഡിൽ വരുന്നതെന്ന് നോക്കാം. നമുക്ക് ഏതെങ്കിലും ഒരു ഏരിയ സ്പെഷ്യലൈസ് ചെയ്തിട്ട് അതിന്റെ ഫർദർ ട്രെയിനിങ്സ് ചെയ്യാം. അതായത് ഇപ്പൊ ഒരു ഫിറ്റ്നസ് അല്ലെങ്കിൽ വെൽനസ് ട്രെയിനർ ആയിട്ട് സ്പെഷ്യലൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന്റെ ഫർദർ ട്രെയിനിങ് നമുക്ക് ചെയ്യാവുന്നതാണ്. ഇങ്ങനെയുള്ള വൈറ്റൽ ബിൽഡിംഗ് ചെയ്യുമ്പോൾ നമുക്ക് സാലറിയിലും അതുപോലുള്ള ചേഞ്ചസ് ഉണ്ടാവുന്നതാണ്. മറ്റൊരു എക്സാമ്പിൾ ആണ് സ്പെഷ്യലിസ്റ്റ് ഇൻ പ്രിവെൻഷൻ ആൻഡ് ഹെൽത്ത് പ്രൊമോഷൻ. ഇതിലാണെന്നുണ്ടെങ്കിൽ ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ, കോപ്പറേറ്റീവ് മാനേജ്മെന്റ് മെത്തേഡ്സ് ഇങ്ങനെയുള്ള ടോപ്പിക്സ് എല്ലാം കവർ ചെയ്യുന്നുണ്ട്. ഇനി ഇതല്ലാതെ നമുക്ക് ഇൻഡിപെൻഡന്റ് ആയിട്ട് നമുക്കൊരു ഫിസിയോതെറാപ്പിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യാവുന്നതാണ്. പക്ഷേ ഇതിന് നമുക്കൊരു കസ്റ്റമർ ബേസും അതുപോലെ തന്നെ കുറച്ച് ബിസിനസ് നോളജും അത്യാവശ്യമാണ്. അപ്പൊ ഇതൊക്കെയാണ് ജർമ്മനിയിലെ 3 വർഷത്തെ ഫിസിയോതെറാപ്പി ഹൗസ് ബിൽഡിങ്ങിനെ കുറിച്ച് പറയാനുള്ളത്. എങ്ങനെ അപ്ലൈ ചെയ്യാം, എന്തൊക്കെ ക്വാളിഫിക്കേഷൻസ് ആണ് വേണ്ടത്, ഏതൊക്കെ സബ്ജക്റ്റ് ആണ്, എന്തൊക്കെയാണ് നമ്മൾ തിയറി പ്രാക്ടിക്കൽ ഫേസിൽ പഠിക്കുന്നത്, അതുപോലെ തന്നെ എന്താണ് ഈ ഒരു ഹൗസ് ബിൽഡിംഗ് കഴിഞ്ഞാൽ ഫർദർ ആയിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കുക, എത്ര യൂറോ നമുക്ക് സ്റ്റൈഫൻഡ് കിട്ടും, എത്രയാണ് സാലറി നമുക്ക് കിട്ടുന്നത്, ഇങ്ങനെയുള്ള ടോപ്പിക്സ് എല്ലാം ഇതിനകത്ത് കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ താഴെ കമന്റ്സിൽ പറയാം. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാം. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും ബൈ.